ഇന്ന് നമ്മൾ ഒരു അഭിമാനകരമായ ചരിത്ര നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറത്ത് ഭൂമിയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ ഇന്ത്യയുടെ ആകാശകാവൽക്കാർ എന്ന് വിളിക്കുന്ന സ്പൈ സാറ്റലൈറ്റുകൾ 2025 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നേടിയ അവിശ്വസനീയമായ വിജയത്തിന്റെ യാത്ര തുടരുകയാണ്. ജമ്മു കാശ്മീരിലെ പകൽഗാമിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ നടന്ന ഒരു ഭീകരാക്രമണം ഈ ദേശത്തിന്റെ ധൈര്യത്തെയും പരമാധികാരത്തെയും വെല്ലുവിളിച്ചു. എന്നാൽ ഇന്ത്യയുടെ സ്പൈ സാറ്റലൈറ്റുകൾ ISROയുടെ ശാസ്ത്ര മികവിന്റെ തെളിവും ഇന്ത്യൻ സൈന്യത്തിന്റെ അടങ്ങാത്ത ശക്തിയും ഒന്നിച്ച് ശത്രുവിന്റെ ഓരോ നീക്കങ്ങളും തിരിച്ചറിഞ്ഞു. 1980കളിൽ ഒരു യുവരാഷ്ട്രമാർന്ന ഇന്ത്യ ബഹിരാകാശത്ത് കണ്ണുയർത്തി നോക്കി. ISROയിലെ ശാസ്ത്രജ്ഞന്മാർ ഭൂമിയുടെ ആകാശത്ത് നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ഉപകരണം സൃഷ്ടിക്കുവാൻ സ്വപ്നം കണ്ടു. ഇന്ത്യയുടെ അതിർത്തികൾ കാക്കുവാനും ശത്രുവിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുവാനും കഴിയുന്ന ഒരു ആകാശക്കണ്ണ്. 1887 ആ സ്വപ്നം യാഥാർത്ഥ്യമായി. IRS-1A എന്ന ആദ്യ റിമോട്ട് സെൻസറിംഗ് സാറ്റലൈറ്റ് ശ്രീഹരിക്കോട്ടയിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയർന്നു. കൃഷി, വനം, ജലസേചനം എന്നിവയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഈ സാറ്റലൈറ്റ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറന്നു. ആദ്യകാല സാറ്റലൈറ്റുകൾക്ക് വ്യക്തത കുറഞ്ഞ ചിത്രങ്ങൾ മാത്രമേ എടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ 2025 കാർട്ടോസാറ്റ്-1 എന്ന സാറ്റലൈറ്റിന്റെ വരവോടെ ഇന്ത്യയുടെ ശാസ്ത്രീയ ശക്തി ലോകം തിരിച്ചറിഞ്ഞു തുടങ്ങി. 2.5 മീറ്റർ ഉയരത്തിൽ നിന്നുള്ള വസ്തുക്കൾ വ്യക്തമായി കാണുവാൻ കഴിഞ്ഞ ഈ സാറ്റലൈറ്റ് ഇന്ത്യൻ സൈന്യത്തിന് അതിർത്തിയിൽ ശത്രുചലനങ്ങൾ നിരീക്ഷിക്കുവാൻ ശക്തി നൽകി. 2007 കാർട്ടോസാറ്റ്-2 ആകാശത്തെത്തി. 1 മീറ്റർ താഴെ വലിപ്പമുള്ള വസ്തുക്കൾ പോലും കാണുവാൻ കഴിഞ്ഞ ഈ സാറ്റലൈറ്റ് ശത്രുവിന്റെ ഓരോ നീക്കങ്ങളും ഇന്ത്യയുടെ കൺമുമ്പിൽ കൊണ്ടുവന്നു. ഓരോ ഇന്ത്യക്കാരുടെയും നെഞ്ചിൽ അഭിമാനം നിറച്ച ഈ നേട്ടം ISROയുടെ കഠിനാധ്വാനത്തിന്റെ തെളിവായിരുന്നു. 2008 മുംബൈ ആക്രമണം ഇന്ത്യയെ പിടിച്ചുലച്ചു. ശത്രുവിന്റെ നീക്കങ്ങൾ എപ്പോഴും നിരീക്ഷിക്കുന്നതിന്റെ ആവശ്യകത ISRO തിരിച്ചറിഞ്ഞു. 2008 റീസാറ്റ്-2 എന്ന സാറ്റലൈറ്റ് ആകാശത്തെത്തി. സിൻഡിക്കേറ്റ് അപ്പാർച്ച് റഡാർ SAR എന്ന അത്ഭുത സാങ്കേതികവിദ്യയോടെ മഴ, മേഘം, രാത്രി എന്നിവയെ മറികടന്ന് ചിത്രങ്ങൾ എടുക്കുവാൻ ഈ സാറ്റലൈറ്റിന് കഴിഞ്ഞു. 2008 റീസാറ്റ്-1, 2019 റീസാറ്റ്-2B എന്നിവ വന്നതോടെ ഇന്ത്യയുടെ ആകാശ കണ്ണുകൾ അജേയമായി. ഈ സാറ്റലൈറ്റുകൾക്ക് ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകി: നിങ്ങളുടെ ഓരോ ചലനവും ഞങ്ങളുടെ രാജ്യത്തിരുന്ന് നിരീക്ഷിക്കുന്നുണ്ട്. 2019 ബാലക്കോട്ട് വ്യോമാക്രമണം ഈ സാറ്റലൈറ്റുകളുടെ ശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ കാർട്ടോസാറ്റ്, റീസാറ്റ് എന്നീ സാറ്റലൈറ്റുകൾ എടുത്ത ചിത്രങ്ങൾ വഴി ഇന്ത്യൻ വ്യോമസേന കൃത്യമായി തിരിച്ചറിഞ്ഞു. ഈ വിജയം ഇന്ത്യയുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തി. 2025 EOS-9 എന്ന പുതിയ സാറ്റലൈറ്റ് ആകാശത്തെത്തി. 0.5 മീറ്റർ വലിപ്പമുള്ള വസ്തുക്കൾ പോലും വ്യക്തമായി കാണുവാൻ കഴിയുന്ന ഈ സാറ്റലൈറ്റ് ഇന്ത്യയുടെ നിരീക്ഷണ ശേഷിയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ചു. 2025 ഏപ്രിൽ മാസത്തിലെ ഒരു തണുത്ത രാത്രി ജമ്മു കാശ്മീരിലെ പകൽഗാമിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഒരു ഭീകരാക്രമണം നടന്നു. ഈ ആക്രമണം ഇന്ത്യയുടെ ജനങ്ങളുടെ ജീവന് വെല്ലുവിളിയായി. എന്നാൽ ഇന്ത്യ തലകുനിച്ചില്ല. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കാൻ തയ്യാറെടുത്തപ്പോൾ ആകാശത്ത് അവരുടെ അഭിമാന കാവൽക്കാർ ഇന്ത്യയുടെ ചാര സാറ്റലൈറ്റുകൾ ജാഗ്രതയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. EOS-9 പാകിസ്ഥാന്റെ ലാഹോർ, ഇസ്ലാമാബാദ്, കരാച്ചി എന്നിവിടങ്ങളുടെ സൈനിക താവളങ്ങൾ, മിസൈൽ വിന്യാസങ്ങൾ, ഡ്രോൺ ചലനങ്ങൾ എന്നിവ വ്യക്തമായി ചിത്രങ്ങളിലൂടെ ഇന്ത്യൻ കൺമുമ്പിൽ എത്തിച്ചു. ഒരു വാഹനം, ഒരു ട്രക്ക്, ഒരു സൈനികന്റെ ചലനം ഒന്നും സ്പൈ സാറ്റലൈറ്റുകളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. റീസാറ്റ്-2B മഴ, മൂടൽ, മഞ്ഞ് നിറഞ്ഞ അതിർത്തികളിൽ പാകിസ്ഥാന്റെ രാത്രി ചലനങ്ങൾ പോലും കണ്ടെത്തി. കാർട്ടോസാറ്റ്-2 പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളെടുത്ത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൃത്യമായ ലക്ഷ്യങ്ങളും വിവരങ്ങളും നൽകി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയ ഒരു അഭിമാനകരമായ പ്രത്യാക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ JF-15 യുദ്ധവിമാനങ്ങൾ തകർത്തു. ജമ്മുവിൽ നിന്ന് പറന്നുയർന്ന ഇന്ത്യൻ വിമാനങ്ങൾ സാറ്റലൈറ്റിന്റെ ചിത്രങ്ങൾ വഴി പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങളിലെ ലക്ഷ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞു. S-400 വ്യോമ പ്രതിരോധ സംവിധാനം പാകിസ്ഥാനിലെ മിസൈലുകളെയും ഡ്രോണുകളെയും തകർത്തു. റീസാറ്റ്-2Bയുടെ രാത്രി ചിത്രങ്ങൾ ഈ പ്രതിരോധത്തിന് ശക്തമായ വിവരങ്ങൾ നൽകി. ഓരോ വിജയവും ഇന്ത്യയുടെ ശാസ്ത്രത്തിന്റെയും സൈന്യത്തിന്റെയും ഒത്തൊരുമയുടെ തെളിവായിരുന്നു. പകൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യൻ ജനങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. EOS-9 എടുത്ത ചിത്രങ്ങൾ വഴി പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞു. ഇന്ത്യൻ വ്യോമസേന ആ ക്യാമ്പുകളെ തകർത്തു.
ഈ കൃത്യത, ഈ വേഗത ഇന്ത്യയുടെ ആകാശ കാവൽക്കാർ നൽകിയ ശക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 2025 സംഘർഷം ഇന്ത്യയുടെ സ്പൈസ് സാറ്റലൈറ്റുകളുടെ അജയശക്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആദ്യമായി ഈ സാറ്റലൈറ്റുകൾ തത്സമയ വിവരങ്ങൾ നൽകി. പാകിസ്ഥാന്റെ ഓരോ നീക്കവും, ഓരോ മിസൈൽ വിന്യാസം, ഓരോ ഡ്രോൺ, ഓരോ ടാങ്കിന്റെ ചലനം ഇന്ത്യൻ കൺമുമ്പിൽ വ്യക്തമാക്കി. ഈ വിവരങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ വേഗത്തിലുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുവാൻ കഴിയില്ലായിരുന്നു. INS വിക്രാന്ത് എന്ന നാവിക കപ്പൽ കരാച്ചി സമീപം പാകിസ്ഥാന്റെ നീക്കങ്ങൾ തടഞ്ഞപ്പോൾ EOS-9 എടുത്ത ചിത്രങ്ങൾ വഴി ശത്രുവിന്റെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കി. S-400, ബാരാക് 8 പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ മിസൈലുകളെ തടഞ്ഞപ്പോൾ RISAT-2Bയുടെ രാത്രി ചിത്രങ്ങൾ ഇതിന് അടിസ്ഥാനമായി. പാകിസ്ഥാന്റെ ആണവ വിന്യാസം EOS-9 നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല. ഈ വിവരങ്ങൾ ഇന്ത്യക്ക് മുൻകരുതലുകൾ എടുക്കുവാൻ സമയം നൽകി. ഈ സാറ്റലൈറ്റുകൾ ഇന്ത്യക്ക് അന്താരാഷ്ട്ര പിന്തുണ നേടിക്കൊടുത്തു. പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളുടെ EOS എടുത്ത ചിത്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ലോകം ഞെട്ടി. പാകിസ്ഥാന്റെ ഭീകരവാദ പിന്തുണ തുറന്നു കാണിക്കപ്പെട്ടു. അമേരിക്ക, യൂറോപ്പ്, ജപ്പാൻ, ഇസ്രായേലും ലോകരാജ്യങ്ങളും മുഴുവനും ഇന്ത്യക്കൊപ്പം നിന്നു. ഈ വിജയം ഓരോ ഇന്ത്യക്കാരൻ്റെയും നെഞ്ചിൽ ദേശസ്നേഹത്തിന്റെ തീ കത്തിച്ചു. 2025 സംഘർഷത്തിൽ ഇന്ത്യയുടെ സ്പൈസ് സാറ്റലൈറ്റുകൾ ആകാശത്ത് തിളങ്ങിയപ്പോൾ പാകിസ്ഥാന്റെ സാറ്റലൈറ്റുകൾ എവിടെയായിരുന്നു? പാകിസ്ഥാന്റെ ബഹിരാകാശ പദ്ധതികൾ സുപ്പർകോ എന്ന സ്ഥാപനം നിയന്ത്രിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ ISROയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവർ വർഷങ്ങൾക്ക് പിന്നിലാണ്. 1990കളിൽ പാകിസ്ഥാന്റെ ബദാർ-1, ബദാർ-B എന്ന സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചു. എന്നാൽ ഈ സാറ്റലൈറ്റുകൾക്ക് വ്യക്തമായ ചിത്രങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞില്ല. 2008 ചൈനയുടെ സഹായത്തോടെ PRSS-1 എന്ന സാറ്റലൈറ്റ് വിക്ഷേപിക്കപ്പെട്ടു. 1 മീറ്റർ വലിപ്പമുള്ള വസ്തുക്കൾ കാണുവാൻ കഴിയുന്ന ഈ സാറ്റലൈറ്റ് ഇന്ത്യയുടെ കാർട്ടോസാറ്റ്-2ന്റെ കഴിവുകൾക്ക് തുല്യമായിരുന്നു. എന്നാൽ EOS-9 0.5 മീറ്റർ റെസല്യൂഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ RISAT-2B മഴയിലും രാത്രിയിലും SAR സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നു. എന്നാൽ PRSS-1ന് ഇത്തരം ശേഷിയില്ല. മേഘവൃതമായ കാലാവസ്ഥയിൽ ഇത് ഉപയോഗശൂന്യമാണ്. ഇന്ത്യക്ക് 1 ഡസനിലധികം സ്പൈസ് സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ മണിക്കൂറിനും ശത്രുവിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും. എന്നാൽ പാകിസ്ഥാന് PRSS-1 മാത്രമേയുള്ളൂ. ഇതിന്റെ നിരീക്ഷണാവൃത്തി വളരെ കുറവാണ്. ഇന്ത്യ തങ്ങളുടെ സാറ്റലൈറ്റുകൾ സ്വന്തമായി നിർമ്മിക്കുന്നു. PSLV, GSLV റോക്കറ്റ് വഴി വിക്ഷേപിക്കുകയും ചെയ്യുന്നു. എന്നാൽ പാകിസ്ഥാൻ ചൈനയെ ആശ്രയിക്കുന്നു. 2025 സംഘർഷത്തിൽ PRSS-1 ഇന്ത്യൻ ചലനങ്ങൾ ഭാഗികമായി നിരീക്ഷിച്ചിരിക്കാം. എന്നാൽ അതിന്റെ പരിമിതമായ റെസല്യൂഷനും SARന്റെ അഭാവവും കുറഞ്ഞ നിരീക്ഷണ ആവൃത്തിയും കാരണം പാകിസ്ഥാൻ ഇന്ത്യയുടെ വേഗതയ്ക്കും കൃത്യതയ്ക്കും മുന്നിൽ മത്സരിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ ആകാശ കാവൽക്കാർ പാകിസ്ഥാന്റെ ശേഷിയെ നിഴലാക്കി മാറ്റി. 1988 IRS-1Aയുടെ വിക്ഷേപണത്തോടെ തുടങ്ങിയ ഇന്ത്യയുടെ സ്പൈസ് സാറ്റലൈറ്റിന്റെ യാത്ര 2025 EOS-9 അസാധാരണമായ പ്രകടനത്തോടെ ലോകത്തിന്റെ നെറുകയിലെത്തി. 2025 ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിൽ ഈ സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ കണ്ണുകളും കാതുകളുമായി. പാകിസ്ഥാന്റെ ഓരോ നീക്കവും നിരീക്ഷിച്ച് കൃത്യമായ ആക്രമണങ്ങളും സാധ്യമാക്കി. ആണവ ഭീഷണിയെ തടഞ്ഞ് ലോകത്തിന് മുമ്പിൽ പാകിസ്ഥാന്റെ ഭീകരവാദ പിന്തുണ തുറന്നുകാട്ടി. പാകിസ്ഥാന്റെ ഒരു സാറ്റലൈറ്റ് ചൈനയുടെ സഹായത്തോടെ തളർന്നു നിന്നപ്പോൾ ഇന്ത്യയുടെ 1 ഡസനിലധികം സാറ്റലൈറ്റുകൾ ആകാശത്ത് രാജ്യത്തിന്റെ അഭിമാന കാവൽക്കാരായി നിന്നു. ISROയിലെ ശാസ്ത്രജ്ഞന്മാരുടെ കഠിനാധ്വാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ ധൈര്യവും ഓരോ ഇന്ത്യൻ ജനതയുടെ ഒത്തൊരുമയാണ് ഈ വിജയത്തിന്റെ അടിത്തറ. ഓരോ ഇന്ത്യക്കാരനും ഈ നേട്ടം നെഞ്ചോട് ചേർത്ത് പറയാം: ഇതാണ് എൻ്റെ ഭാരതം, ഇതാണ് എൻ്റെ അഭിമാനം. ജയ് ഹിന്ദ്. ഈ വീഡിയോ ഇഷ്ടമായോ എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയൂ. എല്ലാവർക്കും നന്ദി.